പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. പോയില്ലേ, അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ. ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം ആണല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു സെറ്റിൽ അഭിനയിക്കാൻ ചെന്നിട്ട് രാത്രി വന്നിട്ട് ഒരാളെ മണിയടിച്ച് വാതിൽ തട്ടി. അച്ചോട്ടനാണ് കീലേരി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞു. ഞാൻ പല്ല് വെച്ചോണ്ടിരിക്കാം. പല്ല് വെച്ചോണ്ട് ഒരാൾ ചാടി കൂടെ കെട്ടിപ്പിടിച്ചു. ഞാൻ പല്ല് വെച്ചോണ്ടിരിക്കുക. ഞാൻ അപ്പൊ ഇങ്ങനെ തന്നെ നിന്നു. അപ്പൊ അയാൾ തുറന്നിട്ട് അപ്പൊ ഞാൻ തുപ്പട്ടെ എന്ന് വെച്ചപ്പോഴത്തേക്ക് ഞാൻ പോയി. എന്നെ സംശയിക്കരുത്. പിന്നെ ആൾക്കാർ വന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ അങ്ങനെ ഇങ്ങനെ നിരന്തരം ഒന്നുകൂടി അടുത്താളെന്ന് ചോദിക്കും. പിറ്റേ ദിവസം എനിക്ക് ഉച്ചയ്ക്ക് ഷൂട്ട് കഴിഞ്ഞു. അവസാനം എന്താക്കി? എനിക്ക് വൈകുന്നേരം 7 മണിക്കേ വണ്ടിയുള്ളൂ. ഞാൻ 2 മണിക്ക് പാക്ക് ചെയ്ത് റിസപ്ഷനിൽ പോയി ഇങ്ങനെ ഇരുന്നു. അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? കാരണം എനിക്ക് ആ റൂം ഞാൻ വിട്ടു. കാരണം എങ്ങാനും കയറി വരുമോ എന്നൊരു പേടി. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? അതാ ചെയ്യണ്ട.